Okay, welcome back one and all to Debit and Credit Commerce Academy. Okay. അപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് കോസ്റ്റ് അക്കൗണ്ടിങ്ങിലെ ബേസിക് തിയറി പാർട്ടായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ട്. ഓക്കെ, സോ നമ്മൾ കോസ്റ്റ് അക്കൗണ്ടിങ് എന്താണ്, കോസ്റ്റ് അക്കൗണ്ടിങ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എങ്ങനെയാണ് ഡിഫറൻഷിയേറ്റഡ് ആവുന്നത്, കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ്, അതിൻ്റെ അകത്ത് കോസ്റ്റിൻ്റെ ക്ലാസിഫിക്കേഷൻ, എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ കഴിഞ്ഞ രണ്ട് ചാപ്റ്റേഴ്സ് അല്ലെങ്കിൽ കഴിഞ്ഞ രണ്ട് ഏരിയ, ഇൻട്രൊഡക്ഷൻ ടു കോസ്റ്റ് എന്ന് പറയുന്ന ഒരു ഏരിയ നമ്മളൊന്ന് പ്രിപ്പയർ ആക്കിയാണ്, നമ്മളെ കോസ്റ്റ് എന്ന് പറയുന്ന സബ്ജക്റ്റിലേക്ക് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടാണ്. ഇനി നമ്മൾ ഡീപ്പായിട്ട് ഓരോ കാര്യങ്ങളും പഠിക്കാൻ പോവാണ്. സോ എലമെന്റ്സ് ഓഫ് കോസ്റ്റ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നമ്മൾ പഠിച്ചിരുന്നു, എലമെന്റിന്റെ ബേസിൽ കോസ്റ്റിന്റെ ക്ലാസിഫിക്കേഷൻ വരുന്നത് മെറ്റീരിയൽ, ലേബർ ആൻഡ് എക്സ്പെൻസസ് ആയിട്ടാണ്. അതിൽ ഫസ്റ്റ് ഐറ്റം ആയിരുന്നു മെറ്റീരിയൽ. മെറ്റീരിയൽ എന്താന്നുള്ളത് നമ്മൾ പഠിച്ചിരുന്നു. മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷന് നമുക്ക് ആവശ്യം വരുന്ന മാറ്ററിനെ അല്ലെങ്കിൽ സബ്സ്റ്റൻസിനെ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. അതായത് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ആവശ്യമുള്ള ഗുഡ്സ് അല്ലെങ്കിൽ ആവശ്യം വരുന്ന റോ മെറ്റീരിയൽസ്, ഇതിനൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ പുതിയൊരു മൊഡ്യൂൾ, ചില യൂണിവേഴ്സിറ്റിയിൽ അത് പുതിയൊരു മൊഡ്യൂൾ ആയിട്ടായിരിക്കും, ചില യൂണിവേഴ്സിറ്റിയിൽ ഫസ്റ്റ് ചാപ്റ്ററിന്റെ കണ്ടിന്യൂഷൻ ആയിരിക്കും, ചില യൂണിവേഴ്സിറ്റിയിൽ സെപ്പറേറ്റ് ചാപ്റ്റർ ആയിട്ടായിരിക്കും. എനി വിച്ച് വേ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് മെറ്റീരിയൽസ് എന്ന് പറയുന്ന ഏരിയ ആണ്. അപ്പോൾ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞ ഒരു ഏരിയയിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്, ഫസ്റ്റ് നിങ്ങൾക്ക് മെറ്റീരിയൽസിന്റെ ബേസിക് കോൺസെപ്റ്റ് പഠിക്കണം. പിന്നെ മെറ്റീരിയൽ മാനേജ്മെന്റ്, അതേപോലെ തന്നെ മെറ്റീരിയൽ കൺട്രോൾ എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ പഠിക്കണം. പിന്നെ മെറ്റീരിയലിനെ എങ്ങനെ ഇഷ്യൂ ചെയ്യുന്നു എന്നുള്ള പ്രോബ്ലം ഏരിയ, കുറച്ച് പ്രാക്ടിക്കൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യേണ്ട. ആൻഡ് ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ദിസ് ചാപ്റ്റർ. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് മെറ്റീരിയൽ ഇമ്പോർട്ടൻ്റ് ആവുന്നത്, മെറ്റീരിയലിന്റെ കോസ്റ്റ് കണ്ടുപിടിക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആവുന്നത് എന്തുകൊണ്ട്? നമ്മൾ ഏർലിയർ തന്നെ നമ്മൾ മെറ്റീരിയൽ എന്താണോ, മെറ്റീരിയലിനെ രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്യാന്നൊക്കെ നമ്മൾ പഠിച്ചു. മെറ്റീരിയൽ കോസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ പ്രൊഡക്ഷൻ കോസ്റ്റിന്റെ ഒരു മെജോറിറ്റി പോർഷനും മോസ്റ്റ് ഓഫ് ദ മാനുഫാക്ചറിങ് ബിസിനസ്സിന് മെറ്റീരിയലിന് വേണ്ടിയിട്ടാണ് മെജോറിറ്റി പോർഷൻ ഓഫ് ദെയർ കോസ്റ്റ് ചിലവാകുക. ഒരു ഓർഗനൈസേഷന്റെ ഓൾമോസ്റ്റ് പറയാം 60-70% ഓഫ് ദ കോസ്റ്റ് ദാറ്റ് ആൻ മാനുഫാക്ചർ ഇൻകേഴ്സ് ഈസ് ഫോർ ദ മെറ്റീരിയൽസ്. അപ്പോൾ മെറ്റീരിയൽ വാങ്ങാൻ വേണ്ടിയാണ് കൂടുതൽ കോസ്റ്റ് ഒരു മാനുഫാക്ചറർ ചിലവാക്കുക. അപ്പോൾ അതിൻ്റെ ക്ലിയർ ആയിട്ട് അതിനൊരു അക്കൗണ്ട് വെക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് കറക്റ്റ് ആയിട്ടാണ് അത് യൂട്ടിലൈസ് ചെയ്യുന്നത്, അതിന് എത്ര ക്യാഷ് ചിലവാകുന്നു, കറക്റ്റ് സമയത്ത് മെറ്റീരിയൽ അവൈലബിൾ ആണ്, ഇതൊക്കെ ഉറപ്പ് വരുത്തേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞൊരു ഏരിയ നമ്മൾ പഠിക്കും. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് വാട്ട് ഈസ് മെറ്റീരിയൽസ്. സോ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് ദ മാറ്റർ ഓർ സബ്സ്റ്റൻസ് ഫ്രം വിച്ച് ദ പ്രൊഡക്റ്റ് ഈസ് മെയ്ഡ് ഈസ് കോൾഡ് മെറ്റീരിയൽ. അപ്പോൾ ഏത് സബ്സ്റ്റൻസിൽ നിന്നോ അല്ലെങ്കിൽ ഏത് മാറ്ററിൽ നിന്നാണോ നമ്മളൊരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, മാനുഫാക്ചർ ചെയ്യുന്നത്, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, മെറ്റീരിയൽ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ദ ബേസിക് സബ്സ്റ്റൻസ് ദാറ്റ് ആർ ട്രാൻസ്ഫോംഡ് ഇൻ ടു ഫിനിഷ്ഡ് ഗുഡ്സ്, അതിനെ നമുക്ക് മെറ്റീരിയൽ എന്ന് വിളിക്കാം. മെറ്റീരിയലിനെ രണ്ട് രീതിയിൽ നമുക്ക് തിരിക്കാം, ഡയറക്റ്റ് മെറ്റീരിയൽ ആൻഡ് ഇൻഡയറക്റ്റ് മെറ്റീരിയൽസ്. ഓക്കെ, അതെന്താന്നുള്ളത് നമ്മൾ പഠിച്ചതാണ്. ഡയറക്റ്റ് മെറ്റീരിയലും ഇൻഡയറക്റ്റ് മെറ്റീരിയലും കൺവെൻഷനലി ഒരു പ്രൊഡക്റ്റിൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽസും ഉണ്ടാവും, കൺവെൻഷനലി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്ത മെറ്റീരിയൽസും യൂസ് ചെയ്തിട്ടാണ് നമ്മളൊരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ അതിനെയാണ് നമ്മൾ ഡയറക്റ്റും ഇൻഡയറക്റ്റ് മെറ്റീരിയൽസ് എന്നും പറയുന്നത്, നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഓക്കെ, ഇനി മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ അതിൽ റോ മെറ്റീരിയൽസ് ഉൾപ്പെടും, കോമ്പോണൻസ് ഉൾപ്പെടും. റോ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു ഡ്രസ്സാണ്. ഡ്രസ്സ് ഉണ്ടാക്കുമ്പോൾ ക്ലോത്ത് എന്ന് പറയുന്നത് റോ മെറ്റീരിയൽ ആണ്, അതുകൂടും. പിന്നെ കോമ്പോണൻസ്, അതിനാവശ്യമായിട്ടുള്ള കോമ്പോണൻസ്, കൺസ്യൂമബിൾ സ്റ്റോർസ്, അതേപോലെ തന്നെ മെയിൻ്റെനൻസ് മെറ്റീരിയൽ. ഇപ്പോൾ ഡ്രസ്സ് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് മെഷീൻ വേണം, മെഷീനിനെ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നമുക്ക് ഓയിൽ, ലൂബ്രിക്കൻ്റ്, സ്ക്രൂ ഡ്രൈവേഴ്സ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേണം. അതേപോലെ ടൂൾസ്, അതേപോലെ തന്നെ പ്രൈമറി പാക്കേജിങ് മെറ്റീരിയൽ, ഈ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട്, ഈ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യും നമ്മൾ മെറ്റീരിയൽ എന്ന് പറയുന്ന. അപ്പോൾ സോ വാട്ട് ഈസ് മെറ്റീരിയൽ എന്ന് ചോദിച്ചാൽ യു ഷുഡ് നോട്ട് ഹാവ് എനി കൺഫ്യൂഷൻ. മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രൊഡക്ഷൻ ആവശ്യമായിട്ടുള്ള എല്ലാ സബ്സ്റ്റൻസിനെയും മാറ്റേഴ്സിനെയും നമുക്ക് എന്ത് വിളിക്കാം, മെറ്റീരിയൽ എന്ന് വിളിക്കാം. ഓക്കെ, സോ ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾ മുൻപോട്ട് പോകുമ്പോൾ മെറ്റീരിയൽസിന്റെ കൂടെ തന്നെ രണ്ട് വേർഡ്സും കൂടി കേൾക്കും. ഒന്ന് സ്റ്റോർസ് എന്ന് കേൾക്കും, ഒന്ന് ഇൻവെന്ററി എന്ന് കേൾക്കും. ഇവിടെ തന്നെ നിങ്ങൾ സ്റ്റോർസ് എന്ന് പറയുന്ന ഒരു വേർഡ് കേട്ടു. അപ്പോൾ വാട്ട് യു മീൻ ബൈ സ്റ്റോർസ് അല്ലെങ്കിൽ സ്റ്റോർ എന്ന് പറയുന്നത് എന്താണ്?
സ്റ്റോർ എന്ന് പറഞ്ഞാൽ ആ റോ മെറ്റീരിയൽസ് യൂസ്ഡ് ഇൻ പ്രൊഡക്ഷൻ ആൻഡ് അതർ ഐറ്റംസ് ഹെൽഡ് ഇൻ സ്റ്റോക്ക് ഇൻ ദ സ്റ്റോർ റൂം സച്ച് ആസ് കോമ്പോണൻസ്, ടൂൾസ്, മെയിൻ്റെനൻസ് മെറ്റീരിയൽ, സ്റ്റോക്ക് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ് ആൻഡ് ഫിനിഷ്ഡ് ഗുഡ്സ്. നമ്മുടെ സ്റ്റോർ റൂമിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ ഐറ്റത്തിനെയും നമുക്ക് എന്ത് വിളിക്കാം? സ്റ്റോർസ് എന്ന് വിളിക്കാം. അതിൽ നേരത്തെ നമ്മൾ പറഞ്ഞ മെറ്റീരിയൽസിന്റെ ഐറ്റംസും വരും. അതിന്റെ കൂടെ തന്നെ സ്റ്റോക്ക് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ്, അതായത് നമ്മളൊരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാണ്, അത് ഫുള്ളി പ്രൊഡ്യൂസ്ഡ് ആയിട്ടില്ല. അതായത് അതിന്റെ ഇപ്പോൾ നമ്മൾ കാർ മാനുഫാക്ചർ ചെയ്യാണ്, അപ്പോൾ കാർ മാനുഫാക്ചർ ചെയ്യുന്ന കാറിന്റെ ഫുൾ മാനുഫാക്ചറിങ് പ്രോസസ്സ് കഴിഞ്ഞിട്ടില്ല, അതിനെ നമ്മൾ പെയിന്റ് അടിക്കാൻ ബാക്കിയുണ്ട്. ഓക്കെ, അപ്പൊ പെയിന്റ് അടിക്കാത്ത കാറും എന്ന് പറയുന്നത് നമ്മുടെ വർക്ക് ഇൻ പ്രോഗ്രസ്സിൽ കിടക്കുന്ന സ്റ്റോക്കാണ്. അതിന്റെ വർക്ക് കംപ്ലീറ്റ് ആയില്ല. വർക്ക് കംപ്ലീറ്റ് ആയാൽ അത് ഫിനിഷ്ഡ് ഗുഡ് ആയി. പക്ഷെ ഇത് വർക്ക് ഇൻ പ്രോഗ്രസ് കിടക്കുന്ന സ്റ്റോക്കാണ്. അതിനാണ് സ്റ്റോക്ക് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിനെല്ലാം കൂടി കൂട്ടിയിട്ടാണ് നമ്മൾ സ്റ്റോർസ് എന്ന് വിളിക്കുക. നമ്മുടെ സ്റ്റോക്ക് റൂമിൽ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റോർ റൂമിൽ കിടക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ, സോ ഇതിന്റെ കൂടെ തന്നെ നിങ്ങൾ മറ്റൊരു വേർഡും കേൾക്കും, ഇൻവെന്ററി. നിങ്ങൾ ബാലൻസ് ഷീറ്റ് ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇൻവെന്ററി എന്ന് പറയുന്നത്. ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, സ്റ്റോക്ക് തന്നെയാണ്. ഓക്കെ, സോ ഇത്രയാണ് മെറ്റീരിയൽസിന്റെ ബേസ് കോൺസെപ്റ്റ്. ഓക്കെ, സോ ഇനി ഇത്രയും മനസ്സിലാക്കി കഴിഞ്ഞാൽ മെറ്റീരിയൽസിന് ഇത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ വേറൊരു കാര്യം കൂടി ഇതിന്റെ കൂടെ മനസ്സിലാക്കണം. മെറ്റീരിയൽസിന്റെ പ്രോപ്പർ മാനേജ്മെന്റും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് നമ്മൾ ക്യാഷ് കൊടുത്ത് വാങ്ങുന്ന കാര്യമാണ്. മെറ്റീരിയൽസ് ഇല്ലാതെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, റോ മെറ്റീരിയൽസ് ഇല്ലാതെ നമ്മുടെ പ്രൊഡക്ഷൻ നടക്കില്ല. മെറ്റീരിയൽസിന് എന്തെങ്കിലും പറ്റിപ്പോയാൽ നമ്മൾ പ്രൊഡക്ഷൻ നിർത്തി വെക്കേണ്ടി വരും. കറക്റ്റ് ആയിട്ട് മെറ്റീരിയലിനെ ഇപ്പോൾ വാങ്ങിച്ച റോ മെറ്റീരിയൽസ് നമ്മൾ പർച്ചേസ് ചെയ്തു. അങ്ങനെ പർച്ചേസ് ചെയ്ത റോ മെറ്റീരിയൽസിന് നമ്മൾ എന്ത് ചെയ്യണം? നല്ല രീതിയിൽ സ്പോയിലേജ് ഇല്ലാതെ നമ്മൾ എന്ത് ചെയ്യണം? ടേക്ക് കെയർ ചെയ്യണം, നോക്കണം, അതിനെ നല്ല രീതിയിൽ സ്റ്റോർ ചെയ്യണം. ഇങ്ങനെ മെറ്റീരിയൽസിനായിട്ട് ബന്ധപ്പെട്ട് മെറ്റീരിയൽസിനെ നല്ല രീതിയിൽ ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമുക്ക് മെറ്റീരിയൽസ് കൺട്രോൾ അല്ലെങ്കിൽ ഇൻവെന്ററി കൺട്രോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇൻവെന്ററി കൺട്രോൾ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷന് നല്ല ലോസ് വരും. അപ്പൊ നമുക്ക് പ്രൊഡക്ഷൻ ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽ പ്രൊവൈഡ് ചെയ്യാനും അത് റൈറ്റ് ക്വാണ്ടിറ്റി, റൈറ്റ് ക്വാളിറ്റി, റൈറ്റ് ടൈം, റൈറ്റ് പ്ലേസ്, ഏറ്റവും കുറഞ്ഞ പ്രൈസുള്ള മെറ്റീരിയൽ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ടാവും നമ്മുടെ ഓർഗനൈസേഷനിൽ. ആ സിസ്റ്റത്തിനെയാണ് നമ്മൾ മെറ്റീരിയൽസ് കൺട്രോൾ എന്ന് വിളിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഒരു ഡെഫിനിഷൻ തന്നാൽ, മെറ്റീരിയൽ കൺട്രോൾ റെഫേഴ്സ് ടു ദ സിസ്റ്റം which ensures the provision of right quantity of materials of right quality at the right time and right place at minimum cost. അപ്പോൾ മെറ്റീരിയൽ കൺട്രോൾ എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷൻ്റെ അകത്ത് ഒരു ഓർഗനൈസേഷന് പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ്, എല്ലാ കാര്യങ്ങളും എല്ലാ മെറ്റീരിയൽസും റൈറ്റ് ക്വാണ്ടിറ്റിയിൽ, റൈറ്റ് ക്വാളിറ്റിയിലുള്ള, റൈറ്റ് മെറ്റീരിയൽ റൈറ്റ് ടൈമിലും റൈറ്റ് പ്ലേസിലും ഏറ്റവും മിനിമം കോസ്റ്റിൽ അവൈലബിൾ ആക്കുന്നു എന്ന് എൻഷുവർ ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ടാവും. ആ സിസ്റ്റത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മെറ്റീരിയൽസ് കൺട്രോൾ എന്ന് പറയുന്നത്. ഈ സിസ്റ്റം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ സിസ്റ്റം നന്നായിട്ട് നടന്നിട്ടില്ലെങ്കിൽ നമുക്ക് മെറ്റീരിയൽ വേസ്റ്റേജ് ഉണ്ടാവും. അപ്പോൾ മെറ്റീരിയൽ വേസ്റ്റേജ് ഇല്ലാതെ നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എൻഷുർ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഈ മെറ്റീരിയൽ കൺട്രോൾ എന്ന് പറയുന്നത്. മെറ്റീരിയൽ കൺട്രോൾ ആണ് നമ്മുടെ ഓർഗനൈസേഷൻ്റെ അകത്തുള്ള മെറ്റീരിയൽസിൻ്റെ പ്ലാനിങ്ങും ഓർഗനൈസിങ്ങും കൺട്രോളിങ്ങും പ്രൊക്വയർമെൻറ്റും സ്റ്റോറേജും യൂസേജും ഒക്കെ ചെയ്യാം. ഓക്കെ, സോ this is the importance of material control and definition of material control. And ഒരു efficient material control എന്ന് പറഞ്ഞാൽ അതിന് 5 R's ഉണ്ടാവും, 5 R'കൾ ഉണ്ടാവും. ഒരു 5 R അല്ല, it's 5 R's. Okay, first letter. Okay, so 5 R's ഉണ്ടാവും. And those R's are right quantity, right quality, right time, right price, right source. അപ്പോൾ ഈ 5 R's കൃത്യമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു എഫിഷ്യൻറ്റ് മെറ്റീരിയൽ കൺട്രോൾ ആയി. ശരിയായിട്ടുള്ള ക്വാണ്ടിറ്റി മെറ്റീരിയൽസ് അവൈലബിൾ ആണ്, അത് ശരിയായിട്ടുള്ള ക്വാളിറ്റി ആണ്, അത് കറക്റ്റ് ടൈമിൽ അവൈലബിൾ ആണ്, അത് ഏറ്റവും ഓർഗനൈസേഷൻ ഏറ്റവും
ഫ്രണ്ട്ലി എന്ന് പറഞ്ഞാൽ ഏറ്റവും മിനിമം ആയിട്ടുള്ള കോസ്റ്റിൽ അവൈലബിൾ ആണ്, അത് ഒരു നല്ല സോഴ്സിൽ നിന്നാണ് ആ മെറ്റീരിയൽ അവൈലബിൾ ആക്കുന്നത്. ഇത് ഉറപ്പ് വരുത്തിയാൽ മെറ്റീരിയൽ കൺട്രോൾ എന്തായി, എഫിഷ്യൻ്റ് ആയി. ഓക്കെ, സോ ദിസ് ഈസ് വാട്ട് യു മീൻ ബൈ മെറ്റീരിയൽ കൺട്രോൾ. ഓക്കെ, സോ മെറ്റീരിയൽ കൺട്രോളിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ്. ഓക്കെ, സോ എന്നാലും നമുക്ക് മെറ്റീരിയൽ കൺട്രോളിന്റെ ഒബ്ജക്റ്റീവ്സ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ മെറ്റീരിയൽ കൺട്രോളിന്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്, സോ നമ്മൾ മെറ്റീരിയൽ കൺട്രോൾ എന്താണ് എന്നുള്ളത് നമ്മൾ നേരത്തെ പഠിച്ചു. അപ്പോൾ മെറ്റീരിയൽ കൺട്രോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓർഗനൈസേഷന് പ്രൊഡക്ഷൻ ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് അതിൻ്റെ കറക്റ്റ് ടൈമിൽ, കറക്റ്റ് പ്ലേസിൽ, കറക്റ്റ് ക്വാണ്ടിറ്റിയിൽ, കറക്റ്റ് ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽസ് അവൈലബിൾ ആക്കും എന്ന് എൻഷുർ ചെയ്യുന്ന ഒരു സിസ്റ്റത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മെറ്റീരിയൽസ് കൺട്രോൾ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചു. ഇനി ഈ മെറ്റീരിയൽ കൺട്രോളിന്റെ ലക്ഷ്യം എന്താണ്? നമ്മളൊരു മെറ്റീരിയൽ കൺട്രോൾ സിസ്റ്റം ഫോളോ ചെയ്യുമ്പോൾ അതിന്റെ എയിം എന്താണ് നമുക്ക് അതിന്റെ ഒബ്ജക്റ്റീവ് ആയിട്ടുള്ളത്. സോ അതിന്റെ ഒബ്ജക്റ്റീവ്സ്, അതിന്റെ ലക്ഷ്യങ്ങളാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. 6 to 8 പോയിന്റ്സ് ഉണ്ട്, നമുക്ക് 1 by 1 ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ദ ഫസ്റ്റ് വൺ ഈസ് ടു എൻഷുവർ adequate supply of materials as and when required for smooth production process. അതായത് പ്രൊഡക്ഷൻ നടത്താൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ്, adequate എന്ന് പറഞ്ഞാൽ ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് ഉണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തുക. ദാറ്റ് ഈസ് വൺ ഒബ്ജക്റ്റീവ് ഓഫ് മെറ്റീരിയൽ കൺട്രോൾ. ഓക്കെ, അടുത്തതാണ് ടു പ്രിവെന്റ് ഓവർ സ്റ്റോക്കിംഗ് ഓർ അണ്ടർ സ്റ്റോക്കിംഗ് ഓഫ് മെറ്റീരിയൽ. ഓവർ സ്റ്റോക്കിംഗ് ആൻഡ് അണ്ടർ സ്റ്റോക്കിംഗ് രണ്ടും ഇമ്പോർട്ടൻറ്റ് ടേംസ് ആണ്. നിങ്ങൾ ചാപ്റ്ററിൽ മുൻപോട്ട് പോകുമ്പോഴും കേൾക്കും. എന്താണ് ഓവർ സ്റ്റോക്കിംഗ് എന്ന് വെച്ചാൽ, നമുക്ക് ആവശ്യമുള്ളതിലും കൂടുതൽ സ്റ്റോക്ക് ഉണ്ടാവുന്ന സിറ്റുവേഷൻ, അതിനെയാണ് നമ്മൾ ഓവർ സ്റ്റോക്കിംഗ് എന്ന് പറയുന്നത്. അണ്ടർ സ്റ്റോക്കിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള അത്രയും സ്റ്റോക്ക് ഇല്ലാണ്ട് നിൽക്കുന്ന സിറ്റുവേഷൻ. ഇത് രണ്ടും നല്ലതല്ല. ഓവർ സ്റ്റോക്കിങ്ങിന്റെ ബുദ്ധിമുട്ട് ഓവർ സ്റ്റോക്കിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ളത് 1000 യൂണിറ്റ്സ് ഓഫ് റോ മെറ്റീരിയൽ ആണ്. ഓക്കെ, നമുക്ക് ആവശ്യമുള്ളത് 1000 യൂണിറ്റ്സ് ഓഫ് റോ മെറ്റീരിയൽ ആണ്. പക്ഷെ നമ്മൾ 1500 യൂണിറ്റ്സ് ഓഫ് റോ മെറ്റീരിയൽസ് കയ്യിൽ വെക്കുന്നു. സോ ദാറ്റ് ഈസ് ഓവർ സ്റ്റോക്കിംഗ്. 500 യൂണിറ്റ്സ് ഓവർ സ്റ്റോക്ക്ഡ് ആണ്. ഇതിനെ കൊണ്ട് എന്താണ് നഷ്ടമുള്ളത് എന്ന് വെച്ചാൽ, നമുക്ക് ആ എക്സ്ട്രാ വരുന്ന 500 യൂണിറ്റ്സ് വെക്കാനുള്ള സ്പേസ്, അതിൻ്റെ മെയിൻ്റെനൻസിന് വരുന്ന ചാർജസ്, അതൊക്കെ നമുക്ക് കൂടുതലായിട്ട് നമ്മൾ ഇൻകർ ചെയ്യേണ്ടി വരും. അപ്പോൾ അതാണ് ഓവർ സ്റ്റോക്കിങ്ങിൻ്റെ പ്രശ്നം. ഇനി അണ്ടർ സ്റ്റോക്കിങ്ങിൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമുക്ക് 1000 യൂണിറ്റ്സ് സ്റ്റോക്കായിട്ട് വെക്കണം നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്, പക്ഷെ നമുക്ക് 500 യൂണിറ്റ്സേ വെക്കാൻ പറ്റുന്നുള്ളൂ. ഇതിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ, നമ്മുടെ പ്രൊഡക്ഷൻ ഡിലേ ആയി പോകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഓവർ സ്റ്റോക്കിങ്ങും അണ്ടർ സ്റ്റോക്കിങ്ങും പ്രിവെൻറ്റ് ചെയ്യാന്നുള്ളതും അതില്ലാതെ ആക്കിയിട്ട് കറക്റ്റ് ലെവലിൽ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളത് മെറ്റീരിയൽ കൺട്രോളിൻ്റെ ഒരു ഒബ്ജക്റ്റീവാണ്. സോ ദ നെക്സ്റ്റ് ഒബ്ജക്റ്റീവ് ഓഫ് മെറ്റീരിയൽ കൺട്രോൾ ഈസ് ടു prevent or stop overstocking or understocking of materials. Okay, അടുത്തതാണ് to ensure quick identification and supply of materials to the production department. ഓക്കെ, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിന് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ്, അവർക്ക് എന്താ മെറ്റീരിയൽസ് ആണോ ആവശ്യമായിട്ടുള്ളത് അത് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യുക. അവർക്ക് എന്താണ് മെറ്റീരിയൽ കുറവുള്ളത് അത് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യുക, എന്നിട്ട് അത് പെട്ടെന്ന് തന്നെ സപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നുള്ളതും അത് എൻഷുർ ചെയ്യുക എന്നുള്ളതും മെറ്റീരിയൽ കൺട്രോളിന്റെ ഒരു ഒബ്ജക്റ്റീവാണ്. അടുത്തത് പ്രോംപ്റ്റ് ഇഷ്യൂ ഓഫ് മെറ്റീരിയൽസ് കറക്റ്റ് ആയിട്ട് ഇഷ്യൂ ചെയ്യുക. നമ്മുടെ ഗോഡൗണിൽ വെറുതെ മെറ്റീരിയൽ ഇരുന്നിട്ട് കാര്യമില്ല, അത് ആവശ്യമുള്ളപ്പോൾ ഏറ്റവും കറക്റ്റായിട്ട് ഏറ്റവും പെട്ടെന്ന് ഇഷ്യൂ ചെയ്യാൻ കഴിയണം. അപ്പോൾ അത് കറക്റ്റായിട്ട് ഇഷ്യൂ ചെയ്യുക എന്നുള്ളതും ഒരു ഒബ്ജക്റ്റീവാണ്. അടുത്താണ് ടു എൻഷുവർ പ്രോപ്പർ സ്റ്റോറേജ് ഓഫ് മെറ്റീരിയൽ ബൈ സേഫ് ഗാർഡിംഗ് ഓഫ് മെറ്റീരിയൽ ഫ്രം ലോസ് ഓഫ് സ്റ്റോക്ക് ബൈ തെഫ്റ്റ് ഓർ ഫയർ. ഓക്കെ, അപ്പോൾ മെറ്റീരിയൽ നഷ്ടപ്പെടാതെ നോക്കുക. പ്രോപ്പറായിട്ട് മെറ്റീരിയലിനെ സ്റ്റോർ ചെയ്യുന്നതിലൂടെ മെറ്റീരിയൽ ഇപ്പം നമ്മളൊരു മെറ്റീരിയൽ നമ്മുടെ സ്റ്റോക്കിൽ അല്ലെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഗോഡൗണിൽ വാങ്ങിച്ചു കൊണ്ടുവച്ച് കഴിഞ്ഞാൽ പല രീതിയിൽ അതിന് നഷ്ടം അല്ലെങ്കിൽ വേസ്റ്റേജ് സംഭവിക്കാം. ലൈക്ക് ഇറ്റ് മേ ചിലപ്പോൾ ഫയർ ഉണ്ടാവാം, ചിലപ്പം തെഫ്റ്റ് സംഭവിക്കാം, ഇങ്ങനെ പല രീതിയിൽ അതിന് നഷ്ടം സംഭവിക്കാം. അപ്പം ഈ നഷ്ടമൊന്നും വരാതെ ആ മെറ്റീരിയലിനെ പർച്ചേസ് ചെയ്ത മെറ്റീരിയലിനെ പർച്ചേസ് ചെയ്യുക മാത്രമല്ല, അതിനെ ടിൽ ദ എൻഡ്, അത് എന്ന് ഫാക്ടറിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു അന്ന് വരെ അതിനെ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക, അതിനെ വേസ്റ്റേജ് ഇല്ലാണ്ട് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതും പ്രോപ്പർ സ്റ്റോറേജ് ഉറപ്പുവരുത്തുക എന്നുള്ളതും മെറ്റീരിയൽ കൺട്രോളിൻ്റെ
ഒരു ഒബ്ജക്റ്റീവ് ആണ്. നെക്സ്റ്റ് വൺ ഈസ് പ്രൊട്ടക്ഷൻ ഓഫ് മെറ്റീരിയൽ ഫ്രം അൺനെസസറി വേസ്റ്റേജ് ഓഫ് മെറ്റീരിയൽ. ഇപ്പോൾ അൺനെസസറി വേസ്റ്റേജ് മെറ്റീരിയൽ നമ്മൾ വാങ്ങിച്ചു വെച്ചിരിക്കുന്ന മെറ്റീരിയൽ വാങ്ങുമ്പോൾ നമുക്ക് അവിടെ കോസ്റ്റ് ക്യാഷ് നമുക്ക് ചിലവാകുന്നുണ്ട്. അപ്പോൾ ഒരു മെറ്റീരിയൽ അല്ലെങ്കിൽ ഒരു യൂണിറ്റ് നഷ്ടമായാലും അത് നമുക്ക് ഒരു ലോസ് ആണ്. സോ അത് നമ്മുടെ ഫിനാൻഷ്യൽ ലോസ് ആയിട്ട് വരും. അപ്പോൾ നമ്മൾ വാങ്ങിച്ച മെറ്റീരിയൽ ഒട്ടും വേസ്റ്റ് ആവുന്നില്ല എന്ന് ഉറപ്പ് വരുത്തുന്നതും മെറ്റീരിയൽ കൺട്രോളിൻ്റെ ഒരു ഒബ്ജക്റ്റീവ് ആണ്. നെക്സ്റ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് പ്രൊട്ടക്ഷൻ ഓഫ് സ്റ്റോർസ് അഗെയിൻസ്റ്റ് പിൽഫിറേജ് ആണ്. ഓക്കെ, സോ പിൽഫിറേജ് എന്ന് പറഞ്ഞാൽ തെഫ്റ്റ് തന്നെയാണ്. ചെറിയ വാല്യൂ ഉള്ള കാര്യങ്ങളുടെ കളവിനെയാണ് നമ്മൾ പിൽഫിറേജ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മുടെ സ്റ്റോർസിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റോർസിലുള്ള മെറ്റീരിയൽ നഷ്ടമായി പോവാതെ, ആരും കട്ടെടുത്ത് പോവാതെ നോക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതും മെറ്റീരിയൽ കൺട്രോളിൻ്റെ ഒരു ഒബ്ജക്റ്റീവ് ആണ്. ഇപ്പോൾ പിൽഫിറേജ് എന്ന് പറഞ്ഞാൽ സ്മോൾ വാല്യൂ ഉള്ള കാര്യത്തിന്റെ തെഫ്റ്റിനാണ് നമ്മൾ പിൽഫിറേജ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത മിനിമൈസേഷൻ ഓഫ് സ്റ്റോറേജ് കോസ്റ്റ്. സ്റ്റോറേജ് കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക. എങ്ങനെയാണ് സ്റ്റോറേജ് കോസ്റ്റ് കുറയ്ക്കാൻ കഴിയുക? കറക്റ്റ് ലെവലുള്ള ക്വാണ്ടിറ്റി മാത്രം സ്റ്റോർ ചെയ്താൽ നമുക്ക് സ്റ്റോറേജ് കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും. അതായത് നമ്മൾ ഓവർ സ്റ്റോക്കിങ്ങും അണ്ടർ സ്റ്റോക്കിങ്ങും ചെയ്തില്ലെങ്കിൽ നമുക്ക് സ്റ്റോറേജ് കോസ്റ്റ് കുറയ്ക്കാം. അപ്പോൾ ഓവർ സ്റ്റോക്കിങ്ങും അണ്ടർ സ്റ്റോക്കിങ്ങും ചെയ്യാതെ അത് പ്രിവെന്റ് ചെയ്തുകൊണ്ട് കോസ്റ്റ് കുറയ്ക്കുക എന്നുള്ളതും മെറ്റീരിയൽ കൺട്രോളിൻ്റെ ഒരു ഒബ്ജക്റ്റീവ് ആണ്. ആൻഡ് ദ ലാസ്റ്റ് വൺ, ടു പ്രൊവൈഡ് ദ റിക്വയർഡ് ഇൻഫോർമേഷൻ ടു ദ മാനേജ്മെന്റ് റിഗാർഡിംഗ് മെറ്റീരിയൽസ്. മാനേജ്മെന്റിന്, ഓർഗനൈസേഷൻ്റെ ടോപ്പ് ലെവൽ മാനേജ്മെന്റിന് മെറ്റീരിയൽസിനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻസ് വേണ്ടി വരും. ലൈക്ക് എത്ര ഫിനിഷ്ഡ് ഗുഡ്സ് ഉണ്ട്, നമ്മുടെ കയ്യിൽ ഇപ്പോൾ എത്ര ഫിനിഷ്ഡ് ഗുഡ്സ് ഉണ്ട്, നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് എത്ര ഉണ്ട്, നമുക്ക് എന്ന് റോ മെറ്റീരിയൽസ് വാങ്ങേണ്ടി വരും, നമ്മൾ എവിടെ നിന്നാണ് റോ മെറ്റീരിയൽസ് വാങ്ങുന്നത്, നമ്മുടെ സ്റ്റോറിൻ്റെ കപ്പാസിറ്റി എന്താണ്, ഇങ്ങനെയുള്ള ഒരുപാട് ഇൻഫോർമേഷൻസ് ടോപ്പ് ലെവൽ മാനേജ്മെന്റിന് ആവശ്യം വരും ഫോർ ദ ഡിസിഷൻ മേക്കിംഗ് പർപ്പസ്. അപ്പം അങ്ങനത്തെ ആവശ്യങ്ങൾക്ക് മാനേജ്മെന്റിന് ഡിസിഷൻ എടുക്കാൻ വേണ്ടി ആവശ്യമായിട്ടുള്ള ഇൻഫോർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതും മെറ്റീരിയൽ കൺട്രോളിൻ്റെ ഒരു ഒബ്ജക്റ്റീവാണ്. ഇത്രയാണ് പ്രധാനമായിട്ടുള്ള ഒബ്ജക്റ്റീവ്. ചില ടെക്സ്റ്റ് നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ കിട്ടും, ബട്ട് ഓൾ അറൗണ്ട് ആയിട്ട് പറയുന്നത് ഈ പോയിന്റ്സ് ഒക്കെ തന്നെ ആയിരിക്കും. സോ ദീസ് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് മെറ്റീരിയൽ കൺട്രോൾ. സോ നെക്സ്റ്റ് പോയിന്റ്, നമ്മൾ മെറ്റീരിയൽ കൺട്രോൾസിൻ്റെ വാട്ട് ഈസ് മെറ്റീരിയൽ കൺട്രോൾ പഠിച്ചു, മെറ്റീരിയൽ കൺട്രോളിൻ്റെ ഒബ്ജക്റ്റീവ്സ് പഠിച്ചു. അടുത്തൊരു ക്വസ്റ്റ്യൻ ഏരിയ ഇവിടെ നിന്നുള്ളത് മെറ്റീരിയൽ കൺട്രോളിനെ കൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താണ്? ഒരു ഓർഗനൈസേഷൻ പ്രോപ്പർ മെറ്റീരിയൽ കൺട്രോൾ ചെയ്യുന്നതുകൊണ്ടുള്ള അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ നീഡ്, ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വരാം. ഏത് ക്വസ്റ്റ്യൻ വന്നാലും ആൻസർ ഇത് തന്നെയാണ്. ഒരു 6 to 8 പോയിന്റ്സ് ഇവിടെ ഉണ്ട്. ഒബ്ജക്റ്റീവ്സ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇത് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. കാരണം ഓൾമോസ്റ്റ് റിലേറ്റഡ് പോയിന്റ്സ് തന്നെയാണ്, സെയിം പോയിന്റ്സ് തന്നെ പറയാം. ഓക്കെ, സോ സ്റ്റാർട്ടിങ് വിത്ത് മെറ്റീരിയൽ കൺട്രോൾ എലിമിനേറ്റ്സ് വേസ്റ്റേജ് ഇൻ ദ യൂസ് ഓഫ് റോ മെറ്റീരിയൽ ആൻഡ് സപ്ലൈസ് ഇൻ കോഴ്സ് ഓഫ് പർച്ചേസ്, സ്റ്റോറേജ്, ഹാൻഡ്ലിംഗ് ആൻഡ് യൂസിങ്. അപ്പോൾ ഫസ്റ്റ് അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ഫസ്റ്റ് ഇമ്പോർട്ടൻസ് ഓഫ് മെറ്റീരിയൽ കൺട്രോൾ എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽ കൺട്രോൾ എന്തിനു സഹായിക്കും? നമ്മുടെ ഓർഗനൈസേഷൻ്റെ അകത്തുള്ള റോ മെറ്റീരിയൽസിൻ്റെയും പർച്ചേസിൻ്റെയും അതേപോലെ തന്നെ ഹാൻഡ്ലിങ്ങും ഒക്കെ പ്രോപ്പർ ആയിട്ടാണ് നടക്കുന്നത്. നമ്മൾ വാങ്ങിക്കുന്ന മെറ്റീരിയൽസ് ഒന്നും വേസ്റ്റ് ആവുന്നില്ല. വേസ്റ്റേജ് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കും എന്നുള്ളത് ഫസ്റ്റ് ഒബ്ജക്റ്റീവ് ആണ്. ഫസ്റ്റ് അഡ്വാൻറ്റേജ് ആണ് അല്ലെങ്കിൽ ഫസ്റ്റ് ഇമ്പോർട്ടൻസ് ആയിട്ട് നമുക്ക് പറയാം. നെക്സ്റ്റ് വൺ ആണ് ടു എൻഷുർ അൺഇൻറ്ററപ്റ്റഡ് ഫ്ലോ ഓഫ് റൈറ്റ് ക്വാണ്ടിറ്റി ആൻഡ് ക്വാളിറ്റി ഓഫ് മെറ്റീരിയൽസ്. അതായത് നമ്മുടെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിന് എപ്പോഴാണോ ആവശ്യമുള്ളത് അപ്പോൾ ഒരു തടസ്സവും കൂടാതെ ഒരു ഇൻറ്ററപ്ഷനും കൂടാതെ അവർക്ക് ആവശ്യമായിട്ടുള്ള ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയിലുമുള്ള മെറ്റീരിയൽസ് അവൈലബിൾ ആക്കി കൊടുക്കും. അതിൻ്റെ ഫ്ലോ നിർത്താൻ സമ്മതിക്കില്ല എന്നുള്ള അത് അലൗ ചെയ്യും എന്നുള്ളതും മെറ്റീരിയൽ കൺട്രോളിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ആണ്. അപ്പോൾ മെറ്റീരിയൽ കൺട്രോൾ ഇല്ലെങ്കിൽ ഇത് ക്ലിയർ ആയിട്ട് നടക്കില്ല. അപ്പോൾ അൺഇൻറ്ററപ്റ്റഡ് ഫ്ലോ, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിന് പ്രൊഡക്ഷൻ ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് അൺഇൻറ്ററപ്റ്റ് ആയിട്ട് കിട്ടിയില്ലെങ്കിൽ പ്രൊഡക്ഷൻ നിന്ന് പോകും. അപ്പോൾ അത് നിൽക്കാൻ വേണ്ടി മെറ്റീരിയൽ കൺട്രോൾ ഹെൽപ്പ് ചെയ്യും. അടുത്താണ് ഇറ്റ് റെഡ്യൂസസ് റിസ്ക് ഓഫ് ഫ്രോഡ് ആൻഡ് തെഫ്റ്റ്. ഫ്രോഡ് എന്ന് പറഞ്ഞാൽ എംപ്ലോയീസ് തന്നെ ചിലപ്പോൾ എന്ത് ചെയ്യാം, മെറ്റീരിയൽസിനെ മിസ്ഹാൻഡിൽ ചെയ്യാം, അല്ലെങ്കിൽ സപ്ലയേഴ്സ് ചിലപ്പം നമ്മളെ പറ്റിക്കാൻ ശ്രമിക്കാം, റോങ് ക്വാളിറ്റി മെറ്റീരിയൽസ് തന്നിട്ട്, അല്ലെങ്കിൽ നമ്മുടെ മെറ്റീരിയൽസ് സ്റ്റോക്ക് ചെയ്തെടുത്തുനിന്ന് കളവ് പോവാം. ഇങ്ങനെ പല പ്രോബ്ലങ്ങളും ഉണ്ട്. പ്രോപ്പർ മെറ്റീരിയൽ കൺട്രോളിംഗ് ആണെങ്കിൽ നമ്മൾ പർച്ചേസ് റിസീവ് ചെയ്യുമ്പോൾ നന്നായിട്ട് ചെക്ക് ചെയ്യും.
അതേപോലെ തന്നെ നമ്മൾ സ്റ്റോർ ചെയ്യുമ്പോഴും നമ്മുടെ മെറ്റീരിയൽസ് ഒന്നും തെഫ്റ്റ് പോവാതെ നിൽക്കാൻ വേണ്ടി ശ്രമിക്കും. ദാറ്റ് ഈസ് അനദർ അഡ്വാൻറ്റേജ് ഓഫ് മെറ്റീരിയൽ കൺട്രോൾ. അടുത്താണ് ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് ദ പ്രിപ്പറേഷൻ ഓഫ് വേരിയസ് മന്ത്ലി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. നമ്മുടെ ഓർഗനൈസേഷനിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്, ഒരു ഇയർലി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടാക്കും. അതിൻ്റെ കൂടെ തന്നെ ഓരോ മന്തിലും നമ്മുടെ കയ്യിൽ എത്ര സ്റ്റോക്ക് ഉണ്ട്, എത്ര ഫിനിഷ്ഡ് സ്റ്റോക്സ് ഉണ്ട്, എത്ര ബാക്കിയുള്ള മെറ്റീരിയൽസ് എപ്പോൾ ആവശ്യം വരും എന്ന് വരെയുള്ള സ്റ്റോക്ക് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ഇങ്ങനത്തെ ഒരുപാട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് നമ്മൾ മന്ത്ലി ഉണ്ടാക്കും. അപ്പോൾ മന്ത്ലി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി മെറ്റീരിയൽ കൺട്രോൾ കൊടുക്കുന്ന ഡാറ്റ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് ദ വാല്യുവേഷൻ ഓഫ് മെറ്റീരിയൽ ഈസ് വെരി ഈസി. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള മെറ്റീരിയൽസിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ് ഇഫ് യു ഫോളോ എ ഗുഡ് മെറ്റീരിയൽ കൺട്രോൾ സിസ്റ്റം. നെക്സ്റ്റ് വൺ, അതേപോലെ തന്നെ ഇറ്റ് റിക്വയേഴ്സ് മിനിമം എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ടു ബൈ മെറ്റീരിയൽസ്. നമ്മൾ മെറ്റീരിയൽസ് വാങ്ങാൻ വേണ്ടി ചെലവാക്കുന്ന പൈസ, ഏറ്റവും ഗുഡ് ക്വാളിറ്റി മെറ്റീരിയൽ ഏറ്റവും ചീപ്പ് പ്രൈസിൽ അവൈലബിൾ ആക്കാൻ ഒരു പ്രോപ്പർ മെറ്റീരിയൽ കൺട്രോളിന് സാധിക്കും. അപ്പോൾ കുറഞ്ഞ ക്യാപിറ്റലിൽ നല്ല ക്വാളിറ്റി മെറ്റീരിയൽസ് അവൈലബിൾ ആക്കാൻ സാധിക്കും എന്നുള്ളതും ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. പിന്നെ എന്താ, നേരത്തെ പറഞ്ഞു തന്നെയാണ്, സ്റ്റോറേജ് കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടി സഹായിക്കും. അതേപോലെ തന്നെ എഫിഷ്യൻ്റ് ആൻഡ് ഒപ്റ്റിമം യൂസ് ഓഫ് റിസോഴ്സസ്. എഫിഷ്യൻ്റ് ആൻഡ് ഒപ്റ്റിമം യൂസ് എന്ന് പറഞ്ഞാൽ മാക്സിമം യൂസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഏറ്റവും നല്ല രീതിയിൽ നമ്മുടെ കയ്യിലുള്ള റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള മെറ്റീരിയൽസ്, നമ്മുടെ കയ്യിലുള്ള ക്യാഷ്, നമ്മുടെ കയ്യിലുള്ള ടൈം, ഇതൊക്കെ ഏറ്റവും നല്ല രീതിയിലും ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടും ഏറ്റവും മാക്സിമം ആയിട്ടും യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി മെറ്റീരിയൽ കൺട്രോൾ സഹായിക്കും. അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടോപ്പ് ലെവൽ മാനേജ്മെന്റിന് ഡിസിഷൻ മേക്കിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് മെറ്റീരിയൽ റിലേറ്റഡ് ഇൻഫോർമേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടും സഹായിക്കും. സോ ഇത്രയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ്. ഓൾമോസ്റ്റ് ക്ലോസ് പോയിന്റ്സ് ടു ഒബ്ജക്റ്റീവ്സ് ആണ്. ഇത്രയാണ് നമുക്ക് മെറ്റീരിയൽ കൺട്രോളിൻ്റെ ഭാഗമായിട്ട് പഠിക്കാനുള്ളത്. ഓക്കെ, സോ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.